ബാഴ്സലോണയുടെ റെമോൺടാഡയും പെപ് ഗാർഡിയോളയുടെ സിറ്റിയുടെ പരാജയം ടോട്ടനാമെന്ന് അറിയാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാഴ്സലോണയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവന്മാർ ആദ്യം ലെവാൻഡെ 2-0 എന്നുള്ളൊരു സ്കോറിന് ഫസ്റ്റ് ഹാഫിൽ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. ലെവാൻഡയുടെ ഹോം സ്റ്റേഡിയമാണ്, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ 3 ഗോൾ സ്കോർ ചെയ്തിട്ട് തിരിച്ചു വന്നു. അതിലെനിക്ക് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ള ഒരാളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡ്രിയാണ്. ഈസ് എ ഗിഫ്റ്റ് ഫോർ ബാഴ്സലോണക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് പെഡ്രിയെ കിട്ടിയതിൽ. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പല മിഡ്ഫീൽഡ് കൺട്രോളിങ്ങും പിന്നെ അതുപോലെ ചാൻസ് ക്രിയേറ്റിംഗ് കാപ്പബിലിറ്റി ഒക്കെ പലരും പറയുന്നുണ്ട്. എനിക്ക് മോർ ദാൻ ദാറ്റ്, ബാഴ്സലോണ പല സമയത്തും ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് പെഡ്രിയുടെ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ആ ഒരു ടീമിന് ഒരു ലീഡ് കൊടുക്കാൻ, ആ ഒരു ടീമിന് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാൻ, അത് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ വീണ്ടും കണ്ടു. ഓക്കെ, പൊതുവേ അങ്ങനെ പെഡ്രി അത്ര ലോങ് റേഞ്ച് ഷോട്ടസ് ഒന്നും എടുക്കുന്ന ഒരാളല്ല. അത്യാവശ്യം ഷോട്ടിങ് കാപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും അത്ര ലോങ് റേഞ്ച് ഷോട്ട്സ് ഒന്നും എടുക്കുന്ന ഒരാളല്ല പെഡ്രി എന്ന് പറയുന്നത്. പക്ഷേ ലമീൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്നും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ആ ഒരു നിമിഷത്തിൽ ഓക്കെ അദ്ദേഹത്തിന് ഷോട്ട് എടുക്കാൻ, ഞാൻ പെട്ടെന്ന് പെഡ്രിക്ക് ആ ഒരു ബോൾ കിട്ടിയ സമയത്ത് അദ്ദേഹം ഷോട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചില്ല. അദ്ദേഹം ആ ഒരു ബോൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തു. അദ്ദേഹത്തിന് ഷോട്ട് എടുക്കുന്ന രീതിയിൽ അദ്ദേഹം ആ ഒരു ബോൾ സെറ്റ് ചെയ്തു, ഷോട്ട് എടുത്തു. ഒരു ലോങ് റേഞ്ച് ഷോട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട്. അങ്ങനെ പെഡ്രി ആ ഒരു ബാഴ്സലോണക്ക് 2-1 സ്കോർ കൊടുത്തു. ബാഴ്സലോണ ടീമിന് തന്നെ ഒരു കോൺഫിഡൻസ് കൊടുത്തു. ബാഴ്സലോണ ടീമിന് അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടീമിൻ്റെ മെൻറ്റാലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാഴ്സലോണയുടെ ആ ഒരു കളിയുടെ ശൈലി തന്നെ പിന്നെ മാറി. ഓക്കെ, ലമീൻ യമാൽ ഇപ്പോൾ ആ ഒരു അസിസ്റ്റ് കൊടുത്തതാണെന്നുണ്ടെങ്കിലും അതൊരു ലക്കിൽ കിട്ടിയതാണ്. പെഡ്രി ഷോട്ട് എടുക്കും എന്നുള്ള രീതിയിൽ കൊടുത്ത അസിസ്റ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ലമീൻ യമാൽ തന്നെയാണ് ആ ഒരു അസിസ്റ്റ് ഉള്ളത്. പക്ഷേ ആ ഒരു പെഡ്രിയുടെ ഗോളോട് കൂടിയാണ് ബാഴ്സലോണക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അത് സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. പെഡ്രി ഈസ് എ ഗിഫ്റ്റ് ഫോർ ബാഴ്സലോണ. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ കാരണം ബാഴ്സലോണ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് പെഡ്രിയുടെ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ആ ഒരു ടീമിന് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം കൊടുത്തിരിക്കും. ഓക്കെ, ഹാൻസി ഫ്ലിക്കിന് ആ ഒരു മിഡ്ഫീൽഡിൽ വിശ്വസിച്ചിറക്കാൻ പറ്റിയൊരു ആൾ തന്നെയാണ് പെഡ്രി. അത് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാണ്. ഈസ് എ ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡർ. അതൊന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. സോ പെഡ്രിയുടെ ഗോളോട് കൂടി ബാഴ്സലോണ ഒരു ഗോൾ സ്കോർ ചെയ്തു സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിൽ പിന്നോട്ട് നിൽക്കുകയാണ്. ലെവാൻഡയുടെ ഹോം സ്റ്റേഡിയമാണ്, തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ബാഴ്സലോണക്കെതിരെ 2 ഗോൾ സ്കോർ ചെയ്യരുത്, അവർ തിരിച്ചു വരും. ഓക്കെ, അതാണ് നമ്മൾ പിന്നെ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് കോർണർ കിക്കിൽ റാഫീനിയുടെ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് ഒരു സൈഡ് ബോളിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-2 എന്നുള്ള സ്കോറായിട്ട് മാറ്റി. പിന്നെ അവസാന നിമിഷം ലമീൻ യമാലിൻ്റെ ഒരു ക്രോസ്, അത് ഓൺ ഗോളായി. ലെവാൻഡയുടെ ഒരു ഡിഫൻഡറിൻ്റെ ദേഹത്ത് തട്ടി അത് ഉള്ളിലോട്ട് പോയി. അവർ 3-2 എന്നുള്ള ഒരു സ്കോറിന് ബാഴ്സലോണ വിജയിച്ചു. അവർ ആ ഒരു എവേ 3 പോയിന്റ്സ് അങ്ങോട്ട് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാഴ്സലോണ തിരിച്ചു വന്നു. ഓക്കെ, ഓഫ് കോഴ്സ് അവർ തിരിച്ചു വന്നു. അവർ ടൈറ്റിൽ റേസിൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്റ്റാർട്ട് തന്നെ അവർക്ക് സീസണിൻ്റെ തുടക്കത്തിൽ 2 മാച്ച് വിജയിച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാഴ്സലോണ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും റൂണിയെയും ഷെസ്നിയെയും അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. യോൻ ലപ്പോർട്ട അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കസ് റാഷ്ഫോർഡ്, അത് പറയാൻ മറന്നുപോയി. റാഷ്ഫോർഡിനെ ഇന്ന് ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു ഫോർമേഷനിലാണ് ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണ ടീമിനെ ഇറക്കി വിട്ടുള്ളത്. ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ റാഫീനിയെ, ലെഫ്റ്റ് വിങ്ങിൽ റാഷ്ഫോർഡ്, റൈറ്റ് വിങ്ങിൽ ലമീൻ യമാൽ, ഫ്രണ്ടിൽ ലെവൻഡോസ്കിയാണ് വരേണ്ടത്. അദ്ദേഹം ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ഫെറാൻ ടോറസിനെ ഇറക്കി വിട്ടു. അത് വളരെ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. ഓക്കെ, റാഷ്ഫോർഡും ലമീൻ യമാലും 2 സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ മാച്ചിൽ അത്ര ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല. ലമീൻ യമാൽ പിന്നെയും സാധിച്ചു, റാഷ്ഫോർഡിന് അത്ര അധികം സാധിച്ചിട്ടില്ല. പക്ഷേ അതും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാച്ചിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാച്ചിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ. എന്തായാലും റാഷ്ഫോർഡിനെ ഫസ്റ്റ് 11 ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെപ്പിൻ്റെ, അതായത് ഗാർഡിയോളയുടെ സിറ്റി 2-0 എന്നുള്ളൊരു സ്കോറിന് എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ ടോട്ടനാം ഹോട്ട്സ്പറിനെതിരെ പരാജയപ്പെട്ടു. ഓക്കെ, തോമസ് ഫ്രാങ്കിൻ്റെ ടോട്ടനാമിനെതിരെ പരാജയപ്പെട്ടു പെപ് ഗാർഡിയോള. എനിക്ക് പേഴ്സണലി ഈ ഒരു പെപ് ഗാർഡിയോളയുടെ ടാക്ടിക്സ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കറൻ്റ് ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ടാക്ടിക്സിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു എതിർപ്പുണ്ട്. കാരണം അവരിപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ തൊട്ട് മുമ്പ് വരെ 4 സീസൺ അടുപ്പിച്ച് പ്രീമിയർ ലീഗ് അടിച്ച് ചാമ്പ്യൻസ് ആയ ടീമാണ് സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സിറ്റി ഇപ്പോൾ കളിക്കുന്നത് വളരെ സ്ലോ ബിൽഡപ്പിലാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടനാമിനായിക്കോട്ടെ വേറെ ഏത് ടോപ്പ് ടീമിനായാലും ആ ഒരു ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട് വളരെ പെട്ടെന്ന്. ഓക്കെ, കഴിഞ്ഞ സീസണിൽ എല്ലാവരും പറഞ്ഞിരുന്നു റോഡ്രിയുടെ ആ ഒരു കൺട്രോളിങ് പോയതുകൊണ്ടാണ്, ഒരു പരിധി വരെ ഓക്കെ റോഡ്രിയുടെ ആ ഒരു കൺട്രോളിങ് പോയതുകൊണ്ട് തന്നെയാണ് അവർക്ക് കഴിഞ്ഞ സീസണിൽ കുറച്ച് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ റോഡ്രി ഉണ്ട്. പക്ഷേ റോഡ്രി ഇഞ്ചുറിയിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സ്ലോ ബിൽഡപ്പ് വളരെ രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു വേ ഓഫ് പ്ലേയിങ്. കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണം. പ്രീമിയർ ലീഗ് ടീംസ് എല്ലാവരും ഇപ്പോൾ നല്ലപോലെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ലോട്ട് ലിവർപൂളിനെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം അവരുടെ അറ്റാക്കിങ്ങിൽ തോമസ് ഫ്രാങ്ക് വന്നു. ടോട്ടനാമിൻ്റെ അറ്റാക്കിങ് നമ്മൾ കണ്ടതാണ്, ഏറ്റവും നല്ല അറ്റാക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പർ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ, അത് സെക്കൻഡ് ഗോൾ കീപ്പറാണ്. എഡേഴ്സൺ ആണ് അവരുടെ ഫസ്റ്റ് ഗോൾ കീപ്പർ. പക്ഷേ അദ്ദേഹം ടീം വിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല പെപ് ഗാർഡിയോള. ഒന്നല്ലേ എഡേഴ്സനെ ഇറക്കി വിടുക, അല്ലെങ്കിൽ ഡോണറൂമനെ
ജോയിൻ ചെയ്യിപ്പിക്കുക. ഡൊണറൂമയും സിറ്റിയും ഓൾമോസ്റ്റ് പേഴ്സണലി അഗ്രി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട്. ഡൊണറൂമായിട്ട് സിറ്റിയും അത് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ആ ഡൊണറൂമനെ പെട്ടെന്ന് കൊണ്ടുവരിക, അദ്ദേഹത്തെ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. വോൾഫ്സ് എഫ് സിക്കെതിരെ 4-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. അത് വോൾഫ്സ് എഫ് സി അത്ര വലിയൊരു ഒപ്പോണൻറ്റ് അല്ലാത്തത് കൊണ്ടാണ് അവരിപ്പോൾ ഒരു മോശം സിറ്റുവേഷൻസിലൂടെയാണ് വോൾഫ്സ് എഫ് സി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിറ്റി ടോട്ടനാം അങ്ങനെയല്ല. ഓക്കെ, ടോട്ടനാം എന്ന് പറഞ്ഞാൽ അവർ തോമസ് ഫ്രാങ്കിനെ പുതിയ കോച്ചായിട്ട് കൊണ്ടുവന്നു. സൂപ്പർ കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്, PSG വറപ്പിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, 2 ഗോൾ മുന്നിലൊക്കെ ഇട്ടിട്ട്. പക്ഷേ പിന്നെ PSG വിജയിച്ചു സൂപ്പർ കപ്പിൽ. പക്ഷേ എന്നാലും ടോട്ടനാം സിറ്റിയെ വീണ്ടും പരാജയപ്പെടുത്തി. അവർക്ക് സിറ്റിക്ക് തിരിച്ചു വന്നേ പറ്റൂ, അവർക്ക് അവർ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയേ പറ്റൂ പെപ് ഗാർഡിയോളയ്ക്ക്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ടാക്ടിക്സ് കൊണ്ടുവരണം. ടീമുകൾ മാറിയിട്ടുണ്ട്, പ്രീമിയർ ലീഗ് ടോപ്പ് ടീംസൊക്കെ. അവർ പഴയ ടാക്ടിക്സ് വെച്ച് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. നമ്മൾ ഈ ഒരു മാച്ചിൽ മുഞ്ചിയത് കണ്ടു. വളരെ ഡോക്കു മാത്രമാണ് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റായിട്ട് കളിക്കുന്നത്. റൈറ്റ് വിങ്ങിൽ സാവിനിയോനെ ഇറക്കാറില്ല, അദ്ദേഹം ടോട്ടനാമിലോട്ട് പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇറക്കാറില്ല. ഫിൽഫോർഡനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പെപ് ഗാർഡിയോള. അപ്പോൾ ആ ഒരു വേ ഓഫ് പ്ലേയിങ് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഗോൾ കീപ്പർ തന്നെ ഡൊണറൂമയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ എഡേഴ്സനെ പെട്ടെന്ന് ഇറക്കി വിടുക. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക. എഡേഴ്സൺ ഗാലറ്റാസറിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അത് ഗാലറ്റാസറിയിൽ നിന്ന് ഓഫർ ഉണ്ട്. എഡേഴ്സൺ ഡൊണറൂമ സിറ്റിയുമായിട്ട് ഓൾമോസ്റ്റ് പേഴ്സണലി അഗ്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ PSG ഫാൻസിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡൊണറൂമ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വരുത്തുക, ഗോൾ കീപ്പറായിട്ട് നിർത്തുക, അല്ലെങ്കിൽ പണി പാടും. ഓക്കെ, പിന്നെ അങ്ങനെയാണ് സിറ്റിയുടെ അവസരം. അതുപോലെ തന്നെ ആഴ്സണൽ 5-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചിട്ടുണ്ട്. മറ്റേ വിക്ടർ കാരസൊക്കെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഫുട്ബോൾ അപ്ഡേറ്റ്സ്. ബാഴ്സലോണ 3 away points നേടിയിട്ടുണ്ട്, സിറ്റി പരാജയപ്പെട്ടു. അതാണ് മെയിൻ ആയിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്.